ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം മുതുമല ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ബന്ദിപ്പൂരിൽ കൂടി ഇപ്പോൾ പോകാൻ പോകുന്നത്. സമയം ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലേക്ക് കാണാം. തണുപ്പുണ്ട്, അതുകൊണ്ട് വർത്താനൊക്കെ പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം. ഇവിടെയാണ് വണ്ടി വെച്ച് ഉറങ്ങിയിരുന്നല്ല, ഇവിടെയായിരുന്നു. വണ്ടി വെച്ചാൽ തന്നെയുള്ള നല്ലൊരു സ്പോട്ട് ഇതാ. അത് കണ്ടത് ഒന്ന് വീഡിയോയിൽ പകർത്താൻ തോന്നി. അങ്ങനെ ബിൽഡിങ് 1-2 വീടാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. അതിമനോഹരമായ സൈറ്റ്, കുറെ കവുങ്ങും തോട്ടെല്ലായിട്ട്. മുതുമലയുടെ ഉള്ളിലൂടെ ഒരു യാത്രയാണ്. സമയം രാവിലെ 7:45, എന്നിട്ടും കോട മഞ്ഞിനൊരു കുറവൊന്നുമില്ല ഈ ഭാഗത്തെ. വാഹനമൊന്നും കാണുന്നില്ല കേട്ടാ. ഇതാ ലോറി കയറി വരുന്നത് ഞാൻ ഇപ്പൊ അടുത്തെത്തിരാ കണ്ടത്. ഇന്നലെ രാത്രി ഇവിടെ ആന ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഇതാ ആനപ്പിണ്ടം. ലോങ് വിഷൻ ഇല്ല കേട്ടോ, തീരെ ഇല്ല ലോങ് വിഷൻ. ഒരു ലൈറ്റ് മാത്രം കാണാം ദൂരത്ത്. കാറ് നിർത്തിയ സമയത്ത് അവർക്ക് ഹസാർഡ് ലൈറ്റ് ഇട്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടത്, രക്ഷപ്പെട്ടു. നല്ല കോടമഞ്ഞുണ്ട്. വളരെ ശ്രദ്ധിച്ചു പോകണം, ഇല്ലെങ്കിൽ അടുത്തെത്തിയായിരിക്കും വാഹനം പെട്ടെന്ന് മുന്നിൽ കാണാൻ. ചില വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വരുമല്ലോ. മുതുമല ടൈഗർ റിസർവ് ഗേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഗൂഡല്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഗൂഡല്ലൂരിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ചങ്ങാതിയുണ്ട്, സ്വന്തം എൻ്റെ കേരള മധു എന്ന പേര്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. മധു ഇപ്പം എന്താ ചെയ്യുന്നത്, എന്താ വിശേഷങ്ങൾ പറഞ്ഞിടത്തില്ലായിരിക്കും? അങ്ങനെ പോകുന്നു. ഗൂഡല്ലൂരിലാണ് പരിപാടി, കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. പിന്നെ മധുവിലും പ്ലംബിങ്ങിൻ്റെ ഒരു മാസ്റ്ററാണ്. അതുപോലെ കുറേ ഹോട്ടലും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷനാണ്. അതായത് മധുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ സ്വന്തം സലീം എന്ന് പറയും, വീനസ്. അതായത് ഗൂഡല്ലൂർ ടൗണിൽ തന്നെയാണ്. അപ്പോൾ സലീമിൻ്റെ കൂടെ ചങ്കായിട്ടാണ് മധു എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് മധുവിനെ എവിടെ വിളിച്ചാലും വരില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് മധുവിനെ വിളിച്ചിരുന്നു, എൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മധു ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം വിളിച്ച്. അപ്പോൾ രണ്ടാമത്തെ കോളിൻ്റെ ലാസ്റ്റ് റിങ്ങിലാണ് മധു എടുത്തെന്ന് പറയുന്നത്. അതിപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ തിരിച്ചു വിളിച്ചില്ല. അതൊരു വൻ മണ്ടത്തിലായി. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ വരാൻ സമയമില്ല. അപ്പോൾ മധുവിനെ നമുക്ക് യാത്രയാക്കാം. ഇത് ഇതിന്റെ ബിൽഡിംഗാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് പണിയുന്ന ബിൽഡിംഗാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. തൊട്ടപ്പുറം ആർച്ചിയുണ്ട്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം. മാനുകളൊക്കെ രാവിലെ തന്നെ പുല്ലുമേയാൻ തുടങ്ങി. ഇവിടെ കാട്ടുപോത്തുണ്ടെന്നാണ് എഴുതിയിട്ട് കാണുന്നത് ഓട്ടത്തിലേ കൂടി. ബോർഡിലല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഒന്നും കാണൂലെന്ന് തോന്നുന്നു. ഇന്നലെ നാടുകാണി ചുരം കയറുമ്പോ
ആന ഉണ്ടാവും പറഞ്ഞിട്ട് ഫോട്ടോ അല്ലാണ്ട് ആനനെ കണ്ടിട്ടില്ല, ഫുള്ള് ഫോട്ടോയെ കണ്ടിട്ടില്ല. അതുപോലെ ഇതിലേ കൂടി കാട്ടുപോത്തും ആനയുണ്ടെന്ന് ബോർഡ് ഇല്ലാണ്ട് മിക്കവാറും ഒന്നിനും കാണാനുണ്ടാവില്ല ഈ മാനല്ലാണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം ഈ ബന്ദിപ്പൂരിന്റെ അകത്ത്. മാനുണ്ട് ഇവിടെ മുകളില്, നല്ല കലമാനോ പുള്ളിമാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. മാനിന് കുറവൊന്നുമില്ല, മാനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഒരാന അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് കൂടുതൽ കട്ട് ചെയ്യാത്ത, പിന്നെ നിങ്ങൾ കാണാത്തവർക്കുണ്ടെങ്കിൽ ഈ വഴി പോകാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ട് വെച്ചിട്ടാണ് കൂടുതൽ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ എന്താ പറയുക ലെങ്ത്തായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കരുത്. വാനരന്മാരൊക്കെ ഇങ്ങനെ വാനരന്മാരിതാ റോഡിലിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഒരു മയിലിങ്ങനെ നടന്നു കിടന്നുണ്ട്. മാനൊറ്റക്കല്ലേ ഉള്ളൂ, കൂട്ട് ആരുമില്ലല്ലോ. മാൻകൂട്ടങ്ങളുടെ വിളയാട്ടം റോഡില്. അപ്പൊ ഇവിടെ കടുവ ഉണ്ട് എന്നാണ് പറയുന്നത്. മാനിനെ കാണുന്നില്ല, കടുവനൊന്നും കാണുന്നില്ല. Don't feed animals. ചില സമയത്ത് അവിടെ പല മൃഗങ്ങളെ കാണാറുണ്ട്, ആനയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കാണാറുണ്ടായിരുന്നു. അതാ സൂം ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒന്നുമില്ല, ഭാഗ്യമില്ല, ഒന്നും കാണുന്നില്ല. ഇപ്പം നമ്മൾ തൊപ്പക്കാട് ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾക്ക് ഊട്ടിയിലേക്കെല്ലാം പോകാൻ വേണ്ടി വലത്തോട്ട് തിരിഞ്ഞു പോകണം. നമ്മുടെ കണ്ണൂരിലെ യൂട്യൂബർ പറഞ്ഞില്ലേ മസുന്നഗുഡി വഴി ഊട്ടിയിലേക്ക്, അത് ഈ റോഡിലേക്കാണ് പോകേണ്ടത്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ജോലിക്ക് പോകാൻ വേണ്ടി ലേഡീസൊക്കെ ജീപ്പിലേക്ക് കയറുന്നുണ്ട്. സമയം ഇപ്പൊ 9 മണിയായി, എന്നിട്ടും റോഡിൽ ഇപ്പോഴും കോടയുണ്ട്. അത്ര കാട്ടിലേക്ക് വന്ന സമയത്ത് കോട കൂടി. അപ്പൊ തമിഴ്നാട് തീരുകയാണ് ഈ ചെക്ക് പോസ്റ്റോട് കൂടി. ഇനി കർണാടക ഇപ്പൊ തുടങ്ങും. തമിഴ്നാട് തീരുക. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, താങ്ക് യു, വിസിറ്റ് അഗെയിൻ. ഇവിടെയാണ് തമിഴ്നാട് കർണാടക ബോർഡർ. വെൽക്കം ടു കർണാടകന്റെ ഗേറ്റ് വന്നു.
അപ്പോൾ തമിഴ്നാട് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഓടിക്കഴിഞ്ഞു. ഇപ്പോൾ കർണാടകൻ്റെ ബോർഡറിൽ നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം, ഇനി മുന്നോട്ടുള്ള വിജയം അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അതായത് എൻ്റെ എനർജിയാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.